ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഫേമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് ചൂസ് ചെയ്യുമ്പം ഒരിക്കലും കോസ്റ്റ് കുറവുള്ള ഫേം ആവരുത് സെലക്ട് ചെയ്യേണ്ടത്. മറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചലഞ്ച് പാസ്സായാൽ നമുക്ക് പേ ഔട്ട് അല്ലെങ്കിൽ വിഡ്രോവൽ കറക്റ്റായിട്ട് കിട്ടുന്ന ഫേമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഫേം സെലക്ട് ചെയ്യും മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവൻ അക്കൗണ്ട് പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് അവന് പേ ഔട്ട് കിട്ടിയ ശേഷം അത് കൺഫർമേഷൻ എടുത്തിട്ടാണ് ഞാൻ ഇതിലൊരു അക്കൗണ്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഇതിലൊരു അക്കൗണ്ട് പാസ്സായിട്ട് അതിൻ്റെ പേ ഔട്ട് എനിക്ക് കിട്ടിയ കൺഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കുന്നത്. സോ നമുക്ക് ഈ ഫേമിൻ്റെ പേര് നോക്കാം. ഫേമിൻ്റെ പേരാണ് ഫൈവേഴ്സ്. അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു ബിഫോർ ട്രേഡ് മലയാളം. നമ്മളിവിടെ നോക്കിയാൽ ഇവർക്ക് 3 തരത്തിലുള്ള ഫണ്ടിങ് പ്രോഗ്രാംസ് ഉണ്ട്. ആദ്യത്തേന്ന് പറയുന്നത് ഹൈപ്പർ ഗ്രോത്ത്, സെക്കൻഡ് എന്ന് പറയുന്നത് ഹൈ സ്റ്റേക്സ്, തേർഡ് വൺ ബൂട്ട് ക്യാമ്പ്. അപ്പോൾ ഇതിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തത് ഹൈ സ്റ്റേക്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന്. ഇതിലിപ്പോൾ നമുക്ക് പറയാനായിട്ട് ഇതിൽ നമ്മൾ 2 സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് ആക്ച്വലി ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഡെമോ അക്കൗണ്ട് ഇവർ കിട്ടും, ആദ്യം തരും. അപ്പോൾ ഈ ഡെമോ അക്കൗണ്ടിൽ നമുക്ക് 2 സ്റ്റെപ്സ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പിന് ഒരു സർട്ടൻ റൂള്, സെക്കൻഡ് സ്റ്റെപ്പിന് ഒരു സർട്ടൻ റൂൾ. അപ്പോൾ ഈ ഫസ്റ്റിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്, ഈ 2 സ്റ്റെപ്പ് പാസ്സായാൽ നമുക്കൊരു റിയൽ അക്കൗണ്ട് കൈ കിട്ടും. ആ റിയൽ അക്കൗണ്ടിൽ നിന്നാണ് പിന്നീട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് പേ ഔട്ട് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ $5K ഉണ്ട്, $10K ഉണ്ട്, $20 ഉണ്ട്, $60 ഉണ്ട്, $100 ഉണ്ട്. ഇത്രയും സ്കെയിലുള്ള അക്കൗണ്ടുകൾ ലഭ്യമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോരോ റേറ്റാണ് എടുക്കാനായിട്ടുള്ളത്, പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു 5Kയുടെ തന്നെ റാൻഡമായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ റൂൾസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. മാക്സിമം ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ്. ഇതിന് മാക്സിമം ട്രേഡിംഗ് പീരീഡ് അങ്ങനെ ഒരു റൂളില്ല, അത് അൺലിമിറ്റഡ് ആണ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇത്, മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ്. മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഇതിനകത്തുണ്ട്. നമുക്കിപ്പം പറയാനാണെങ്കിൽ ടോട്ടൽ 3 റൂളാണ് ഓരോ സ്റ്റെപ്പിനും നമുക്കുള്ളത്. നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 റൂളാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നതാണ് ഈ ഒരു മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ്. നമുക്കൊരു 3 പ്രോഫിറ്റബിൾ ഡേയ്സ് എങ്കിലും നമുക്ക് ഉണ്ടാവണം ഈ ഒരു ഫണ്ടിൻ്റെ ഈ ഒരു ആദ്യത്തെ ചലഞ്ച് പാസ്സാവാനായിട്ട്. അത് താഴോട്ട് വരുമ്പോൾ ഞാൻ ആ ഒരു 3 പ്രോഫിറ്റബിൾ ഡേയ്സ് എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഇനി സെക്കൻഡ് എന്ന് പറയുന്നത്, തേർഡ് എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി ലോസ്. ഇതിൻ്റെ അടുത്തൊരു റൂളാണ് മാക്സിമം ഡെയിലി ലോസ്. അപ്പോൾ നമുക്ക് 5% കൂടുതൽ ഒരു ദിവസം ലോസ് വരുത്താൻ സാധിക്കുന്നതല്ല. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ആയിപ്പോവും, നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയിപ്പോവും, നമുക്ക് പിന്നെ അതിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ഫസ്റ്റ് സ്റ്റെപ്പിലും സെക്കൻഡ് സ്റ്റെപ്പിലും 5% എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മളതെല്ലാം പാസ്സായി നമുക്കൊരു റിയൽ അക്കൗണ്ട് കിട്ടിയാലും ഈ സെയിം റൂൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് 5% നമ്മുടെ കയ്യിലുള്ള ആ ഒരു ക്യാപിറ്റൽ, അതായത് ആ ഒരു അക്കൗണ്ടിൻ്റെ എമൗണ്ടിൻ്റെ 5% നമുക്ക് ലോസ് വരുത്താൻ സാധിക്കില്ല. അതായത് 5% വരെ സാധിക്കുകയുള്ളൂ, അതിന് കൂടുതൽ വരുത്തി കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ആയിപ്പോവും. ഇനി നമുക്ക് മാക്സിമം ലോസ് നോക്കാം. ഇത് നമുക്ക് മിനിമം നമ്മൾ നോക്കി, മാക്സിമം ഡെയിലി ലോസ് നമ്മൾ നോക്കി 5%. അപ്പോൾ അതായത് ഒരു ദിവസമാണ്. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് മാക്സിമം ലോസ് ആണ്. അതായത് ആ അക്കൗണ്ടിൽ തന്നെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 10% ആയിരിക്കും. അതായത് നമുക്ക് ടോട്ടൽ 10% ലോസ് എടുക്കാൻ സാധിക്കുള്ളൂ. അതിൽ തന്നെ ഒരു ദിവസം നമുക്ക് 5% കൂടുതൽ ലോസ് വരുത്താനും സാധിക്കില്ല. ഈ 2 ക്ലോസിൽ ഏതെങ്കിലും വയലേറ്റ് ആയ അക്കൗണ്ട് ബ്രീച്ച് ആയിപ്പോവും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ടാർഗറ്റ്. 8% ആണ് നമ്മുടെ സ്റ്റെപ്പ് 1 പാസ്സാവാനായിട്ട് നമുക്ക് വേണ്ട പ്രോഫിറ്റ്. അതായത് ഇപ്പം 5%ൻ്റെ 5,000ൻ്റെ 8%. അതായത് ഏകദേശം ഒരു $400 നമ്മൾ പ്രോഫിറ്റ് എടുത്താൽ നമുക്ക് 8% ആവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് $400 പ്രോഫിറ്റ് എടുക്കുക, 8% പ്രോഫിറ്റ് എടുക്കുക. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5% പ്രോഫിറ്റ് എടുക്കുക. കുറച്ചും കൂടെ നമുക്ക് റിലാക്സ് ആയിട്ട് സെക്കൻഡ് സ്റ്റേജ് ചെയ്യാൻ സാധിക്കും. കാര്യം ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് 8% മതിയായിരുന്നു, ഇവിടെ നമുക്കിനി 5% മതി. അതായത് ഏകദേശം ഒരു $250 നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പ്രോഫിറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ 10% ഫോർ സ്കെയിലിംഗ്. ഇപ്പോൾ നമുക്കിപ്പം അക്കൗണ്ട് നമ്മൾ പാസ്സായി, നമുക്ക് $5,000 അക്കൗണ്ട് നമ്മുടെ കൈ കിട്ടിയെങ്കിൽ നമ്മൾ അതിൽ നിന്നും ട്രേഡ് എടുത്തിട്ട് ഒരു 10%ഓളം നമ്മൾ എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു. അവിടെ തൊട്ട് നമ്മുടെ അക്കൗണ്ട് സ്കെയിൽ ആവാൻ തുടങ്ങും. അതായത് ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയുന്ന 5,000 മേളിലേക്ക് കയറി വരാൻ തുടങ്ങും. ആ സ്കെയിലിങ്ങിൻ്റെ കാര്യങ്ങൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് റൂൾസ് എന്ന് പറയുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 പ്രോഫിറ്റബിൾ ഡേയ്സ് എങ്കിലും ഉണ്ടാവണം. രണ്ടാമെന്ന് പറയുന്നത് ടോട്ടൽ 10% ലോസ് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ 5% ഒരു സിംഗിൾ ഡേയിൽ ലോസ് വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത്
പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ഏത് അക്കൗണ്ട് 5,000 10,000 6 ഏതോ ആയിക്കോട്ടെ അതിൻ്റെ 8% നമ്മൾ പ്രോഫിറ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എടുത്ത് കാണിക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ 5% നമ്മൾ പ്രോഫിറ്റ് എടുത്ത് കാണിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നത് നോക്കാം. ഇതിവിടെ $39 ഈ ഒരു 5K അക്കൗണ്ട് എടുക്കാൻ നമുക്ക് ചിലവാകുന്ന തുക. ആക്ച്വലി ഇതിപ്പോഴാണ് കൂട്ടിയത് $9. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച വരെ ഇത് $30 സംതിങ്ങിലേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് മെയിലും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന്. കൂട്ടാൻ പോവുകയാണ്. അതിന് മുമ്പ് അക്കൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം $39 നമുക്കിനി ചിലവാകുന്ന തുക. ഇനി ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റ് എല്ലാ ബ്രോക്കിങ്ങിലും ഫേമിലും ഇല്ലാത്തൊരു അട്രാക്ഷനാണ് ഇവർക്കെന്ന് പറയുന്നത്. ഇവർക്കിത് റീഫണ്ടാണ് ഈ ഫണ്ട്. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റും സെക്കൻഡും ചലഞ്ച്, അതായത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പാസ്സായ ശേഷം നമുക്ക് ഈ റിയൽ അക്കൗണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം മുടക്കിയ ഈ $39 നമുക്ക് റീഫണ്ടായിട്ട് നമ്മുടെ ഇനിഷ്യൽ ബാലൻസിൻ്റെ കൂടെ കയറി വരും. അതായത് ഇപ്പം നിങ്ങൾ 5K അക്കൗണ്ട് എടുത്തു, നിങ്ങൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പാസ്സായി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് കഴിഞ്ഞിട്ട് റിയൽ അക്കൗണ്ട് കൈ കിട്ടുന്ന സമയത്ത് $5,039 ആയിരിക്കും നിങ്ങൾക്ക് ഇനിഷ്യൽ ബാലൻസ് ആയിട്ട് വരിക. അതായത് നമ്മൾ മുടക്കിയ പൈസ നമുക്ക് റീഫണ്ടബിൾ ആണ്. സോ അതൊരു നല്ല ഗുഡ് മാർക്കാണ് ഇതിന്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് നോക്കാം. ആദ്യം നമുക്ക് ഈ സ്റ്റെപ്പ് 1 പാസ്സാകുമ്പോൾ തന്നെ ഒരു $5 ഒരു റിവാർഡ് വരും. ഒരു റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. സോ ആ ഒരു റിവാർഡ് നമ്മുടെ ഇതിൻ്റെ ഒരു വെബ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അതിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയാൻ 80 to 100% നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന പേ ഔട്ട്, അതായത് ഇപ്പോൾ നമ്മൾ പാസ്സായതിനു ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 80 to 100% നമുക്ക് കിട്ടും, ബാക്കി ഫേമിനായിരിക്കും. സോ അതൊരു എപ്പോഴും സെയിം ആയിട്ട് കണക്ക് വരില്ല. ചില സമയത്ത് 80 വരും, ചില സമയത്ത് 90 വരും, ചില സമയത്ത് 85 വരും. സോ അതൊരു അപ്രോക്സിമേറ്റ് 80 to 100 ഇടയിലായിരിക്കും അത് ഉണ്ടാവുക. ഇപ്പം നമുക്കിനി ഇതിൻ്റെ കുറച്ച് അല്ലാത്ത കുറച്ച് റൂൾസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് വിത്തൗട്ട് ട്രേഡിംഗ് ആക്ടിവിറ്റി ഫോർ മോർ ദാൻ 30 consecutive days വിൽ ഗെറ്റ് എക്സ്പയർഡ്. സോ നമ്മൾ ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് മൊത്തത്തിലൊരു 30 ദിവസം നമ്മുടെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഇന്നാക്റ്റീവായിട്ടിരുന്നാൽ, അതായത് നമ്മൾ ട്രേഡ് ചെയ്യാതിരുന്നാൽ ഈ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകും. അതായത് ഈ 30-നകത്ത് നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ കൂട്ടുന്നതാണ്, അതുകൂടെ ചേർത്തിട്ടാണ് 30. അപ്പോൾ ഇതിൻ്റെ ലെവറേജ് നോക്കിയാൽ 1:100 ആണ്. ഇനി പ്രോഫിറ്റഡ് ഡേയ്സ് വിച്ച് ക്ലോസ് പൊസിഷൻസ് മേഡ് പ്രോഫിറ്റ്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റബിൾ ഡേ കൺസിഡർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ് നമുക്ക് 3 പ്രോഫിറ്റബിൾ ഡേയ്സ് വേണം. ഓക്കെ, അതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 5,000 അക്കൗണ്ടാണ്. സോ ഒരു പ്രോഫിറ്റബിൾ ഡേ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇനിഷ്യൽ ബാലൻസിൻ്റെ നമ്മുടെ കയ്യിലുള്ള ഇനിഷ്യൽ ബാലൻസിൻ്റെ അതിൻ്റെ 0.5% പ്രോഫിറ്റ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയാൽ അതൊരു പ്രോഫിറ്റബിൾ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 5,000 അക്കൗണ്ടാണ് എനിക്ക് കിട്ടിയത്, അതിൻ്റെ 0.5%. അത് എത്ര വരും? ഓക്കെ, 25. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം $25 ഉണ്ടാക്കിയെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ പ്രോഫിറ്റബിൾ ഡേ 1 കംപ്ലീറ്റ് ആവും. സോ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രോഫിറ്റബിൾ ഡേ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയെന്ന്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ വരുമ്പോൾ നമ്മളിപ്പോൾ എന്താ സംഭവിക്കുക? സെക്കൻഡ് ഡേ ഈ 5,000-ൻ്റെ 0.5 അല്ല, ഈ 25 കൂടെ ചേർത്തുള്ള എമൗണ്ടിൻ്റെ ആയിരിക്കുമല്ലോ പിന്നെ വരേണ്ടത്. അതായത് സെക്കൻഡ് ഡേയിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 5,025 ആയിരിക്കും എൻ്റെ ഇനിഷ്യൽ ബാലൻസ്. സോ അതിൻ്റെ 0.5%, അതായത് 0.5% ഓഫ് 5,025. സോ സെക്കൻഡ് ഡേയിൽ ഞാനൊരു $25.12 പ്രോഫിറ്റ് എടുത്താൽ എൻ്റെ സെക്കൻഡ് ഡേയിലും ആ ഒരു പ്രോഫിറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും. സോ അതാണ് ആ ഒരു റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡെയിലി ലോസീസ് 5% സ്റ്റാർട്ടിങ് ഇക്വിറ്റി. ഓക്കെ, അത് ഡെയിലി 5% ആണ്. ഇനി വെൻ കംപ്ലീറ്റിംഗ് 1 trade will have to receive ഹബ് ക്രെഡിറ്റ്. സോ ഈ ഹബ് ക്രെഡിറ്റ്സ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു $5 ഈ ഒരു 5 റിവാർഡ്. ഇത് നമുക്ക് ഹബ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് 1 കഴിയുമ്പോഴത്തേന് കിട്ടുന്നതാണ്. ഇനി ഹോൾഡിംഗ് ട്രേഡ്സ് ഓവർ നൈറ്റ് ആൻഡ് ഓവർ ദ വീക്കെൻഡ് ആവുള്ളൂ. സോ നമുക്ക് ട്രേഡ്സ് ഓവർ നൈറ്റ് ഹോൾഡ് ചെയ്യാം, ഓവർ വീക്കെൻഡും ഹോൾഡ് ചെയ്യാം. അതിന് ശേഷമുള്ളതെന്ന് പറയുന്നത് ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾഡിംഗ് ഓപ്പൺ ട്രേഡ്സ് ഓവർ ന്യൂസ് ഈസ് അലൗഡ്. എക്സിക്യൂട്ടിംഗ് ഓർഡേഴ്സ് 2 minutes ബിഫോർ until 2 minutes after the high impact news is not allowed. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലോസ് ആണ്. ഞാനിത് ആദ്യം ഇതിൽ അക്കൗണ്ട് എടുത്ത സമയത്ത് എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ന്യൂസ് ടൈമിൽ ഞാൻ ട്രേഡ് എടുത്തിട്ട് അപ്പോൾ നമ്മളൊരു ന്യൂസ് ടൈമിൽ ആ ഒരു ന്യൂസ് ഇപ്പോൾ നമ്മളിപ്പം ഫോറക്സ് ഫാക്ടറി പോലത്തെ വെബ്സൈറ്റിലൊക്കെ കയറിയാൽ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഫോറക്സിൻ്റെ ന്യൂസ് ഇറക്കി അറിയാൻ സാധിക്കും, അത് വരുന്ന സമയം അറിയാൻ സാധിക്കും. സോ ആ ഒരു സമയം അതിനൊരു 2 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 2 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ആ ന്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ട്രേഡ് നമ്മൾ ചെയ്തെന്നിരിക്കെ
എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എത്ര ഡോളർ പ്രോഫിറ്റ് ഉണ്ടാക്കിയോ അതും ലോസിലേ കൂട്ടുള്ളൂ. സോ നിങ്ങൾക്കറിയാം ഫോറക്സിലെ ന്യൂസിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ വളരെ വയലൻറ്റ് മൂവ് ആയിരിക്കും ഐദർ ഏതെങ്കിലും സൈഡിലോട്ട്. സോ നമുക്കിപ്പം അത്യാവശ്യം നമ്മുടെ 5% ഡെയിലി എന്ന് പറയുന്നത് ആ ഒരു ലിമിറ്റിനും എക്സീഡ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെയും അത് ലോസിൻ്റെ കൂട്ടത്തിലേ കൂട്ടത്തുള്ളൂ. സോ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതൊരു കാര്യമാണ്, അത് മനസ്സിൽ എപ്പോഴും വെക്കണം. ഇനി നമുക്ക് FX, മെറ്റൽസ്, ഇൻഡെക്സസ്, ഓയിൽ ആൻഡ് ക്രിപ്റ്റോ ഇതെല്ലാം ട്രേഡ് ചെയ്യാൻ സാധിക്കും. MT5 നമുക്കിത് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി എല്ലാം നോർമലാണ്. ഓക്കെ, നമുക്ക് 14 days ആണ് നമുക്ക് പേ ഔട്ട് സൈക്കിൾ വരുന്നത്. അതായത് നമ്മൾ ഫണ്ട് ഈ അക്കൗണ്ട് പാസ്സായ ശേഷം നമുക്ക് ഫസ്റ്റ് 14 days നമുക്കൊരു വിഡ്രോവൽ എടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് 14 days അടുത്ത വിഡ്രോവൽ നമുക്ക് കിട്ടുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത്. സോ ഇനി ഞാനിത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിതൊരു 60K അക്കൗണ്ടാണ്. അതിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ഇവിടെ പാസ്സായിട്ടുണ്ട്. ഞാൻ ഇത് ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ $4,800 ആയിരുന്നു ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പാസ്സാവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റ് വേണ്ടിയിരുന്നത്. $4,823 അത് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റബിൾ ഡേയ്സ് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ടോട്ടലായിട്ട് എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് $70 ഞാൻ ട്രേഡ് ഞാൻ ഓൾറെഡി ടോട്ടൽ എടുത്തിട്ടുണ്ട്. അതിൽ 47 ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരുന്നു, 23 ട്രേഡ് എനിക്ക് ലോസിലും പോയിട്ടുണ്ട്. സോ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കിട്ടും. ആ ഒരു നമ്മുടെ സ്റ്റെപ്പ് 1 നമ്മുടെ ഹിസ്റ്ററി പോലെ നമുക്കിവിടെ ഡാഷ്ബോർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് 67.14% ആയിരുന്നു ഈ ഒരു സ്റ്റെപ്പ് പാസ്സാവാൻ എനിക്ക് കിട്ടിയ വിൻ റേറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് പാസ്സായി, ഫസ്റ്റ് സ്റ്റെപ്പ് പാസ്സായതിനു ശേഷം എനിക്കിപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത് അടുത്ത സ്റ്റെപ്പ് 2 ആണ്. അപ്പോൾ സ്റ്റെപ്പ് 2 നോക്കിക്കഴിഞ്ഞാൽ 60% $60K അക്കൗണ്ടിൻ്റെ സ്റ്റെപ്പ് 2 എനിക്ക് വേണ്ടി വരുന്നത് $3,000 പ്രോഫിറ്റാണ്. സോ എൻ്റെ പുതിയ അക്കൗണ്ടിൽ ഇനി എനിക്ക് എടുക്കേണ്ടിയത് ഈ ഒരു സ്റ്റെപ്പ് പാസ്സാവാൻ എനിക്ക് വേണ്ടത് $3,000 ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. സോ ഇത് പുതിയതാണ്, ഇതിപ്പോൾ എനിക്ക് ഇന്നലെ അങ്ങോട്ട് കിട്ടിയതേ ഉള്ളൂ. സോ ഇവിടെ ഇന്നാക്റ്റീവ് ഡേയ്സ് 2 ആയിട്ടുണ്ട്, അതായത് ഇന്നലെയും ഇന്നും. അപ്പം ഇതാണ്. ഇനി നമ്മൾ പാസ്സായി കഴിയുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ അച്ചീവ്മെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഇത് കിട്ടും, അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഫണ്ടഡ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിൽ നമ്മുടെ പേരും കാര്യങ്ങളും ഉണ്ടാവും, അവരുടെ സിഇഒയുടെ ഒരു പേരാണോ ഒപ്പമാണോ എന്തോ ഉണ്ടാവും. അതേപോലെ നമ്മൾ എന്നാണ് പാസ്സായെന്നുള്ളൊരു ഡേറ്റും കിട്ടും. സോ ഇത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഞാൻ ഒരു പാസ്സായ 20K അക്കൗണ്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണിത്. സോ ഞാൻ ആദ്യം ഇതിലെടുത്തത് $5,000 ഒരു അക്കൗണ്ടായിരുന്നു. അത് ന്യൂസ് ട്രേഡിൻ്റെ ടൈമിൽ അത് അടിച്ചുപോയി. അതിനുശേഷം ഞാൻ 20 ആണ് എടുത്തത്. അതിപ്പോൾ പാസ്സായിട്ട് അതിൽ നിന്ന് കിട്ടിയ പേ ഔട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ 60 എടുത്തേക്കുന്നത്. സോ അതിൻ്റെയാണ് ഈ കാണുന്ന ഈ ഒരു ഫണ്ടഡ് സർട്ടിഫിക്കറ്റ്. സോ നമ്മൾ പാസ്സായാൽ നമുക്ക് ഈ ഒരു ഫണ്ടഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇതാണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഫേം. ഇത് അത്യാവശ്യം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിതിപ്പോൾ സജസ്റ്റ് ചെയ്യാൻ വേറൊരു റീസൺ കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഒരു നല്ല റിസ്ക് മാനേജ്മെൻറ്റ് ഇവിടെ ഓൾറെഡി ഇവർ തരുന്നുണ്ട്. അതായത് നമുക്ക് മൊത്തത്തിൽ 10% നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നമുക്ക് 5% ഒരു ദിവസം കളയാൻ പറ്റത്തുള്ളൂ. സോ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഡോളറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, പേ ഔട്ട് എടുക്കണം എന്നതിന് പുറമെ അത്യാവശ്യം നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഫേമുകൾ യൂസ് ചെയ്താൽ നമുക്ക് സാധിക്കുന്നതാണ്. ഏകദേശം ഒരു $39 മുടക്കിയാൽ നമുക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടും. സോ നമുക്ക് കുറച്ചും കൂടെ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ടൊരു ഫണ്ടഡ് അക്കൗണ്ട് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. സോ നിങ്ങളിത് കാര്യമായിട്ട് നോക്കുക. ഇനി ഇതിൽ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നൂടെ ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നമ്മുടെ ഡാഷ്ബോർഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലോഗോ, ഇവിടെ ഒരു ലോഗിൻ ID കാണാൻ പറ്റും. സോ നമ്മൾ അവിടെ ചെന്നിട്ട് ന്യൂ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു ആദ്യം കാണിച്ച 3 ഫണ്ടിങ് പ്രോഗ്രാം കിട്ടും. അതിൽ ഹൈ സ്റ്റേക്സ് 2 സ്റ്റെപ്പ് പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ. സോ അതിലെടുക്കുക, നമ്മൾ വേണ്ട ഫണ്ടഡ് അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. 5K വേണോ, 10K വേണോ, 20K വേണോ, 60K വേണോ. സോ അതിൻ്റെ എല്ലാം റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. $39, $78, $165, $329. സോ ഇത് നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. $3,361 പ്ലസ് കുറച്ച് ചെറിയൊരു ടാക്സിൻ്റെ ചാർജോട് വരും, വളരെ ചെറുത്. അതുകൂടെ വന്നിട്ടായിരിക്കും ഈ റേറ്റ്. സോ ഈ റേറ്റ് കൂടെ നോക്കുക, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഇവിടെ 5K ചുമ്മാ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാനെല്ലാം കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഒരു 25 പോയി, അത് ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. സോ എന്നിട്ട് ഞാൻ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ്. ഇനി ഇവിടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്കിതിൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ വിസ കാർഡ് ഇതിൽ ഇതാണ്
കുഴപ്പമില്ല, എടുക്കുന്നതാണ്. വിസ കാർഡ് ഓക്കെയാണ്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഫെഡറൽ ബാങ്കിൻ്റെ വിസ കാർഡാണ്. ഞാൻ അത് വെച്ച് എനിക്ക് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പകരം ഞാൻ ചെയ്തത് എൻ്റെ ബിനാൻസിലേക്ക് ഞാൻ USDT വാങ്ങിയിട്ട് അതുവഴിയാണ് ഞാൻ പേയ്മെൻറ്റ് നടത്തിയത്. സോ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വിസ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. കാര്യം ഓൾറെഡി വിസ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് അക്കൗണ്ട് എടുത്ത ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് സംഭവം അത് പറ്റിയിട്ടില്ല. പകരം ഞാൻ ബിനാൻസിൽ USDT ആയിട്ട് ചെയ്തിട്ട് അതിൽ കൂടെയാണ് ഞാൻ പേയ്മെൻറ്റ് നടത്തിയത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. റെഫറലൊന്നുമല്ല, ജസ്റ്റ് ഈ ഒരു അക്കൗണ്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ലിങ്ക്. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആക്സസിബിൾ കിട്ടാനായിട്ടുള്ളൊരു ലിങ്ക് മാത്രം ഞാൻ ഷെയർ ചെയ്യാം. ബാക്കി നിങ്ങൾ നോക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് ട്രേഡ് ചെയ്യാൻ പഠിക്കുക, ട്രേഡ് ചെയ്യുക. റിസ്ക് മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യത്തെ ഒന്നും നമ്മൾ പാസ്സാവുമെന്നൊന്നും വിചാരിച്ച് ചെയ്യേണ്ട. ആദ്യത്തെയൊക്കെ ഫെയിലായാലും സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്താൽ അത്യാവശ്യം നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേമുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.